ഹായ് എവരി വൺ. നമ്മളിന്ന് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. ഗിവൺ ടു സ്ട്രിങ്സ് S1 ആൻഡ് S2. ടാസ്ക് ഈസ് ടു ഫൈൻഡ് ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ്. നമുക്ക് രണ്ട് സ്ട്രിങ്സ് തന്നിട്ടുണ്ടായിരിക്കും, S1 ഉം S2. നമുക്ക് ഈ S1ന്റെ സബ്സീക്വൻസ് വേണം. എങ്ങനെ നമ്മൾ സബ്സീക്വൻസ് ഒബ്റ്റെയിൻ ചെയ്യുക? ഇതിലെ ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ സ്ട്രിങ്ങിൻ്റെ സബ്സീക്വൻസ് കിട്ടും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് കാണാം. ഞാനിതിൽ ബി ഡിലീറ്റ് ചെയ്യാണ്. അന്നേരം എനിക്ക് AC/AB എന്ന് പറഞ്ഞ ഒരു സബ്സീക്വൻസ് കിട്ടി. ബിയും എയും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ACB എന്ന് പറഞ്ഞൊരു സബ്സീക്വൻസ് കിട്ടും. ഇങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സീക്വൻസ് ഒരു സ്ട്രിങ്ങിൻ്റെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സബ്സീക്വൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സീക്വൻസിലുള്ള അതേ ഓർഡറിൽ തന്നെ എലമെൻറ്റ്സ് ഈ സ്ട്രിങ്ങിലും ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കിയാൽ AC/AB എന്ന ഓർഡറിലാണ് ഇവിടെ ഈ സ്ട്രിങ്ങിലും ക്യാരക്ടേഴ്സ് ഉള്ളത്. ഇതിലെ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ അത് സബ്സീക്വൻസ് ആവില്ല. ഇവിടെ AC/ABയുടെ ഓർഡർ ഞാൻ മാറ്റി BAAC എന്നാക്കിയെന്ന് വിചാരിച്ചോ. ഇതിൽ B 2A പിന്നിലാണ്. പക്ഷേ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ അറിയാം B 2A പിന്നിൽ അല്ല എന്ന്. സബ്സീക്വൻസിൻ്റെ പ്രത്യേകത സ്ട്രിങ്ങിലുള്ള അതേ ഓർഡറിൽ തന്നെ വേണം എലമെൻറ്റ്സ് സബ്സീക്വൻസിലും വരാൻ. സബ്സീക്വൻസ് സ്ട്രിങ്ങിലെ ക്യാരക്ടേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ആണ്. കോമൺ സബ്സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ S1ന്റെ സബ്സീക്വൻസ് എഴുതി, പിന്നെ S2ൻ്റെയും സബ്സീക്വൻസ് എഴുതി. ഇതിൽ കുറച്ച് സബ്സീക്വൻസുകൾ കോമൺ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ AC S1ൻ്റെ ഒരു സബ്സീക്വൻസ് ആണ്, S2ൻ്റെ ഒരു സബ്സീക്വൻസ് ആണ് AC. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ S1നും S2നും ഉള്ള ഒരു കോമൺ സബ്സീക്വൻസ് ആണ് AC. സിമിലർലി S1നും S2നും വേറെ കുറേ കോമൺ സബ്സീക്വൻസും ഉണ്ടാവും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ്. ഈ സ്ട്രിങ്ങിലെ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് വരിക ACB ആണ്. രണ്ട് സ്ട്രിങ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ACB ഉണ്ട്. ACB ആണ് ഈ രണ്ട് സ്ട്രിങ്സിൻ്റെയും ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 3. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ 3 എന്ന് കിട്ടി. ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കമ്മിങ് ടു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച്. നമ്മൾ S1ൻ്റെയും S2ൻ്റെയും സബ്സീക്വൻസുകളെല്ലാം ജനറേറ്റ് ചെയ്യും. S1ന് എത്ര സബ്സീക്വൻസുകൾ ഉണ്ടാകും? 2n1 ലെങ്ത് ഓഫ് S1 n1 ആണെങ്കിൽ. S2നോ 2n2. സബ്സീക്വൻസുകൾ എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക? സെലക്ട് നോട്ട് സെലക്ട് ID ഉപയോഗിച്ചിട്ട് റിക്കർഷനിലൂടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓരോ എലമെൻറ്റിനും 2 ചോയ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ്ടിരിക്കാം. ഇങ്ങനെ നമ്മൾ S1ൻ്റെയും S2ൻ്റെയും സബ്സീക്വൻസുകളെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി എന്തായിരിക്കും ചെയ്യുക? S1ലുള്ള ഓരോ സബ്സീക്വൻസും S2ലുള്ള എല്ലാ സബ്സീക്വൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് കോമൺ സബ്സീക്വൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യും.
ഇവിടെ നമ്മൾ S1-ലുള്ള ഒരു സബ്സീക്വൻസിനെ S2-ലുള്ള മറ്റൊരു സബ്സീക്വൻസുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യുന്നത്, രണ്ടും ഈക്വലാണോ എന്നറിയാൻ ആദ്യം നമ്മൾ ഈ രണ്ട് സബ്സീക്വൻസിൻ്റെയും ലെങ്ത്ത് നോക്കും. ലെങ്ത്ത് ഈക്വൽ ആണെങ്കിൽ 1 by 1 ആയിട്ട് ഓരോ ക്യാരക്ടർ നമ്മൾ കമ്പയർ ചെയ്യും. N1-ഉം N2-ഉം ഈക്വൽ ആണെങ്കിലായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. N1 എന്ന് പറഞ്ഞാൽ ഇവിടെ എടുക്കുന്ന ഒരു സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വേറൊരു വേരിയബിൾ കൊടുക്കാം. ഇവിടെയുള്ള ഒരു സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആണ് A എന്ന് വിചാരിച്ചു. ഇവിടെയുള്ള മറ്റൊരു സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആണ് B എന്ന് വിചാരിച്ചു. എയും ബിയും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ. A = B = N. അങ്ങനെയാണെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി എത്രയായിരിക്കും വരിക? ഓർഡർ ഓഫ് N × 2n1 × 2n2. ഇതിനെ ഓർഡർ ഓഫ് N × 2n1 + n2 എന്ന് പറയാം. ഇതിനെ ഞാൻ കുറച്ചുകൂടി ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ ഓർഡർ ഓഫ് N × 2n എന്ന് പറയാം. ഇപ്പം നമ്മൾ കോമൺ സബ്സീക്വൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റിയാണ് എഴുതിയത്. ഈ കോമൺ സബ്സീക്വൻസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലെങ്ത് ട്രാക്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള കോമൺ സബ്സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിൻ്റെ ലെങ്ത് റിട്ടേൺ ചെയ്യുക. ടോട്ടലി എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് N × 2n ആണ്. ഈ N വരാൻ കാരണം ഇവിടെയുള്ള ഒരു സബ്സീക്വൻസ് ഇവിടെയുള്ള മറ്റൊരു സബ്സീക്വൻസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ N എന്ന് പറഞ്ഞ ഫാക്ടർ ഈ ടൈം കോംപ്ലക്സിറ്റിയിൽ വന്നത്. ഈ N-നെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. S1-നും S2-നും പറഞ്ഞ ഈ രണ്ട് സ്ട്രിങ്സിൻ്റെയും ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഈ രണ്ട് സ്ട്രിങ്സിൻ്റെയും ക്യാരക്ടേഴ്സ് 1 by 1 ആയിട്ട് ബാക്ക് സൈഡിൽ നിന്ന് കമ്പയർ ചെയ്യും. ഈ ബിയും നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്യും. രണ്ടും ഈക്വലാണ്. ഈക്വലാവുമ്പോൾ അത് മീൻ ചെയ്യുന്നത് ഈ ബി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൽ ഉണ്ടെന്നാണ്. അന്നേരം ലെങ്ത് വരിക 1 + ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ഓഫ് ABCA AEC. ഈ രണ്ട് ബിയെയും നമ്മൾ ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു കേസിൽ വരുന്ന ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കും. ഈ എയെയും ഈ സിയെയും നമ്മൾ കമ്പയർ ചെയ്യും. രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്ത കേസിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യം നമ്മൾ ഈ എയെ ഡിസ്കാർഡ് ചെയ്യും. എയെ ഡിസ്കാർഡ് ചെയ്യുമ്പം നമുക്ക് ABC AEC എന്ന് കിട്ടും. സിയെ ഡിസ്കാർഡ് ചെയ്യുമ്പോൾ നമുക്ക് ABCA AE എന്ന് കിട്ടും. ഈ ഒരു കേസിൽ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ എയെ ഡിസ്കാർഡ് ചെയ്തു. ഇവിടെയുള്ള ഈ സി ഇത്രയും പാർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ഓഫ് ഈ രണ്ട് സ്ട്രിങ്സ്
കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചത്? ഈ സി എ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. ഇവിടെയുള്ള ഈ എ ഈ രണ്ടാമത്തെ സ്ട്രിങ്ങിൻ്റെ ഈ ഒരു പാറിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ഓഫ് എ ബി സി എ ഇ കണ്ടുപിടിക്കാൻ നോക്കിയത്. നമ്മൾ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ഓഫ് ഈ രണ്ട് സ്ട്രിങ്സ് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചു. അത് എ ആണെന്ന് വിചാരിച്ചോ. സിമിലർലി ഈ രണ്ട് സ്ട്രിങ്സിൻ്റെ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് നമ്മൾ കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. അത് ബി ആണെന്ന് വിചാരിച്ചോ. ഇത് രണ്ടും ഇവിടെ എത്തുമ്പോൾ നമ്മൾ മാക്സ് ഓഫ് എ ആൻഡ് ബി ആയിരിക്കും എടുക്കുക. 1 പ്ലസ് മാക്സ് ഓഫ് എ ബി. നമുക്ക് ഇതിൻ്റെ ഫുൾ റിക്കേഷൻ ട്രീ നോക്കാം. ഞാനിവിടെ S1ൻ്റെയും S2ൻ്റെയും റിക്കേഷൻ ട്രീ വരച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ബേസ് കേസ് വരിക ഏതെങ്കിലും ഒരു സ്ട്രിങ് എം ഡി ആകുമ്പോൾ, ഈ കേസസ് എല്ലാം. ആ ഒരു കേസിൽ നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. എം ഡി വരുന്ന ഇതുപോലെയുള്ള കേസിൽ നമ്മൾ 0 റിട്ടേൺ ചെയ്യും. ഏതെങ്കിലും ഒരു സ്ട്രിങ് എം ഡി ആണെങ്കിൽ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ലെങ്ത് 0 ആയിരിക്കും. റിക്കേഷൻ വഴി നമ്മൾ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചെന്ന് വിചാരിച്ചോ. ഈ കേസിൽ എ ബി സി എ ഇ സി അത് എത്രയായിരിക്കും? ഇവിടെ വരിക എ സി 2 ആയിരിക്കും. ഇവിടെയോ എ ഉള്ളൂ 1. ഇവിടുന്ന് നമ്മൾ റിട്ടേൺ ചെയ്യുക മാക്സ് ഓഫ് 2 ആയിരിക്കും. 1 പ്ലസ് മാക്സ് ഓഫ് 2 മാക്സ് ഓഫ് 2 എത്രയാണ്? 2 ആണ്. 1 പ്ലസ് 2 3. അങ്ങനെ നമുക്ക് 3 ആൻസർ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് ജനറലൈസ് ചെയ്യാണ്. LCS of ij equal to length of longest common subsequence of S1 0 to I and S2 0 to j. I എന്ന് പറഞ്ഞ വേരിയബിള് S1ലെ ഒരു ക്യാരക്ടറിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. J എന്ന് പറഞ്ഞ വേരിയബിള് S2ലെ ഒരു ക്യാരക്ടറിലോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക. LCS എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഇതിനെ ഞാൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഫംഗ്ഷനെ ലെങ്ത് ഓഫ് ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസ് ഓഫ് S1 0 to I. S1ൽ 0th ഇൻഡെക്സ് തൊട്ട് ith ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ith ക്യാരക്ടർ. സിമിലർലി S2ലും 0th ഇൻഡെക്സ് തൊട്ട് jth ഇൻഡെക്സ് വരെയുള്ള ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് jth ക്യാരക്ടർ. അത്രയും പാർട്ടിലെ ലോങ്ങസ്റ്റ് കോമൺ സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആണ് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുക. LCS of ij equal to 1 plus LCS I minus 1 j minus 1 if S1i equal to S2j. നമ്മൾ ഇവിടെ കണ്ട ആ കേസ് രണ്ട് ക്യാരക്ടേഴ്സും ഈക്വലാണ്. അന്നേരം ഇത്രയും പാർട്ടിൻ്റെ ലോങ്ങസ്റ്റ് കോമൺ
സബ്സീക്വൻസിൻ്റെ ലെങ്ത് ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുക. മാക്സ് ഓഫ് LCS ij മൈനസ് 1 LCS I മൈനസ് 1j S1iയും S2jയും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ട ആ കേസ് ഇവിടെ വരുന്ന ബേസ് കേസ് എന്താണ്? S1ൻ്റെയോ S2ൻ്റെയോ ക്യാരക്ടേഴ്സ് MD ആവുമ്പോൾ അല്ലെങ്കിൽ MD സ്ട്രിങ് S1ഓ S2ഓ ആവുമ്പോൾ അന്നേരം ഐയുടെ വാല്യൂ -1 ആയിരിക്കും S1ൻ്റെ സ്ട്രിങ് MD ആണെങ്കിൽ. അന്നേരം നമ്മൾ 0 റിട്ടേൺ ചെയ്യും. ജെയുടെ വാല്യൂ -1 ആയിരിക്കും S2ൻ്റെ സ്ട്രിങ് MD ആണെങ്കിൽ. അന്നേരം നമ്മൾ 0 റിട്ടേൺ ചെയ്യും. ഈ പ്രോബ്ലത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക LCS ഓഫ് ലെങ്ത് ഓഫ് S1 മൈനസ് 1 ലെങ്ത് ഓഫ് S2 മൈനസ് 1 ആയിരിക്കും. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. def LCS S1 S2 ij if I equal to -1 or j equal to -1. ഇതാണ് നമ്മുടെ ബേസ് കേസ്. അതിൽ ഒന്നെങ്കിൽ S1 എന്ന് പറഞ്ഞ സ്ട്രിങ് MD ആണ്, അല്ലെങ്കിൽ S2 എന്ന് പറഞ്ഞ സ്ട്രിങ് MD ആണ്. അന്നേരം നമ്മൾ 0 റിട്ടേൺ ചെയ്യും. ഇഫ് S1i equal to S2j അന്നേരം നമ്മൾ 1 പ്ലസ് LCS ഓഫ് S1 S2 I മൈനസ് 1 j മൈനസ് 1 റിട്ടേൺ ചെയ്യും. എൽസ് റിട്ടേൺ മാക്സ് ഓഫ് LCS S1 S2 ij മൈനസ് 1 LCS S1 S2 I മൈനസ് 1 j റിട്ടേൺ LCS S1 S2 ലെങ്ത് ഓഫ് S1 മൈനസ് 1 ലെങ്ത് ഓഫ് S2 മൈനസ് 1. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 2n1 പ്ലസ് n2 ആണ്. n1 ലെങ്ത് ഓഫ് S1ഉം n2 ലെങ്ത് ഓഫ് S2 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n1 പ്ലസ് n2. ഇതിൻ്റെ റിക്കർഷൻ ട്രീ നമ്മൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഉണ്ടാവും. അന്നേരം നമുക്ക് DP അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെമ്മോറൈസേഷൻ അപ്രോച്ച് നിങ്ങൾ സ്വയം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ കോഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഐയുടെ വാല്യൂസിൻ്റെ റേഞ്ച് വരിക -1 തൊട്ട് ലെങ്ത് ഓഫ് S1 -1 വരെയാണ്. ജെയുടെ വാല്യൂസ് വരിക -1 തൊട്ട് ലെങ്ത് ഓഫ് S2 -1 വരെയാണ്. നമ്മൾ മെമ്മോറൈസേഷൻ കഴിഞ്ഞ് ടാബുലേഷൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ബേസ് കേസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ട് വരും. കാരണം അറേയിൽ -1 ഇൻഡെക്സ് ഇല്ല. ആ ഒരു കേസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഐയുടെയും ജെയുടെയും വാല്യൂസിൻ്റെ റേഞ്ച് നമ്മൾ മാറ്റും. ഐയുടെ വാല്യൂസിൻ്റെ റേഞ്ച് -1 തൊട്ട് ലെങ്ത് ഓഫ് S1 -1 വരെയായിരുന്നു. അതിനെ മാറ്റിയിട്ട് നമ്മൾ 0 തൊട്ട് ലെങ്ത് ഓഫ് S1 വരെയാക്കും. ജെയുടെ വാല്യൂസിൻ്റെ റേഞ്ച് വരിക -1 തൊട്ട് ലെങ്ത് ഓഫ് S2 -1 വരെയായിരുന്നു. അതിനെ മാറ്റിയിട്ട് നമ്മൾ 0 തൊട്ട് ലെങ്ത് ഓഫ് S2 വരെയാക്കും. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ എഴുതിയ കോഡിൽ വരുന്ന ഡിഫറൻസ് ഇതൊക്കെയാണ്. ലെങ്ത് ഓഫ് S1 ലെങ്ത് ഓഫ് S2. പണ്ട് ഇവിടെ ലെങ്ത് ഓഫ് S1 -1ഉം ലെങ്ത് ഓഫ് S2 -1ഉം ആയിരുന്നു. പിന്നെ വരിക ഇഫ് I equal to -1 or j equal to -1ന് പകരം I equal to 0 or j equal to 0 എന്നാവും. പിന്നെ പണ്ടിവിടെ S1iയും S2jയും ആയിരുന്നു കമ്പയർ ചെയ്തിരുന്നത്. അതിന് പകരം S1i -1ഉം S2j -1ഉം ആയിരിക്കും.
നമ്മൾ കമ്പയർ ചെയ്യുക. മെമ്മോയിസേഷൻ്റെ കോഡ് നമുക്ക് നോക്കാം. നമ്മൾ ഡി പി എന്ന് പറഞ്ഞ ഒരു അറയെ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഈ അറയുടെ നമ്പർ ഓഫ് കോളംസ് വരിക ലെങ്ത് ഓഫ് S2 + 1 ആയിരിക്കും. നമ്പർ ഓഫ് റോസ് വരിക ലെങ്ത് ഓഫ് S1 + 1 ആയിരിക്കും. എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആയിരിക്കും. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസിനെ ഇവിടെ DPij എന്ന് പറഞ്ഞ സെല്ലിലോട്ട് സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് റിട്ടേൺ ചെയ്യും. ഓൾറെഡി അത് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ DP of ij not equal to -1 ആയിരിക്കും. അന്നേരം അതിനെ ഡയറക്റ്റ്ലി നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് n1 × n2 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് n1 × n2 ആണ്. ഈ DP അറേ അത്രയും സ്പേസ് എടുക്കുന്നുണ്ട്. ടാബുലേഷൻ്റെ കോഡ് നമുക്ക് നോക്കാം. ടാബുലേഷനിൽ DP അറയിലെ എല്ലാ എലമെൻസും ഇനിഷ്യലി 0 ആണ്. എന്തുകൊണ്ടാണ് 0 ഞാൻ കൊടുത്തിരിക്കുന്നത്? ഇവിടെയുള്ള ബേസ് കേസ് അതിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് 0 ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാ എലമെൻസിനെയും ഇനിഷ്യലി 0 ആക്കി. ഇനി ഫോർ ലൂപ്പ് നമ്മൾ ഐക്കും ജെയ്ക്കും 1 നിന്ന് തുടങ്ങിയാൽ മതി. കാരണം ഐയും ജെയും 0 വരുന്ന ആ കേസ് നമ്മൾ ഓൾറെഡി ഹാൻഡിൽ ചെയ്തു. എങ്ങനെ ഹാൻഡിൽ ചെയ്തേ? ഇനിഷ്യലി എല്ലാ എലമെൻസും DP അറയിലെ 0 ആക്കിക്കൊണ്ട്. ഇഫ് S1 i-1 ഈക്വൽ ടു S2 j-1 ഇവിടെയുള്ള ഈ ഇഫ് കണ്ടീഷന് ഇത് അതേപോലെ നമ്മൾ ഇവിടെ കൊടുത്തേക്കുകയാണ്. ജസ്റ്റ് ഒരേ ഒരു ചേഞ്ചേ ഉള്ളൂ. LCSന് പകരം DP ആണ്. അങ്ങനെ നമുക്ക് ഇഫ് S1 i-1 ഈക്വൽ ടു S2 j-1 DPij ഈക്വൽ ടു DP i-1 j-1 + 1 എൽസ് DPij ഈക്വൽ ടു മാക്സ് ഓഫ് DP i-1 j DP i j-1. അറ്റ് ദ എൻഡിൽ നമ്മൾ DP -1 റിട്ടേൺ ചെയ്തു. എൻട്രി ഓഫ് DP മെട്രിക്സ് ഏറ്റവും ബോട്ടം റൈറ്റിൽ ഉള്ള ആ സെല്ല് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് n1 × n2 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് n1 × n2 ആണ്. നേരത്തെ എഴുതിയ ആ കോഡിൽ എന്താ സംഭവിച്ചേ? നമുക്ക് ഇതുപോലൊരു മെട്രിക്സ് ഉണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയും 0 ആയിരുന്നു. ഇവിടെയുള്ള വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ij നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഈ 3 സെൽസിൽ നിന്നാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സെല്ലിൻ്റെ വാല്യൂ വരിക ഈ സെല്ലിൽ നിന്നാണ്. എന്തായിരിക്കും ഈ സെല്ലിൻ്റെ വാല്യൂ? എന്താണോ i-1 j-1 എന്ന് പറഞ്ഞ ഈ സെല്ലിൻ്റെ വാല്യൂ +1. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഈ 2 സെല്ലിൻ്റെയും വാല്യൂസിൻ്റെയും മാക്സിമം ആയിരിക്കും ijയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. ഈ ഒരു സെല്ലിൻ്റെ വാല്യൂ നമ്മൾ ആ ഇഫ് കണ്ടീഷൻ നോക്കിയിട്ട് ഈ 3 വാല്യൂസിൽ നിന്നായിരിക്കും
കാൽക്കുലേറ്റ് ചെയ്യുക. ഒന്നുകിൽ ഈ രണ്ട് വാല്യൂസിൽ നിന്ന് അല്ലെങ്കിൽ ഈ വാല്യൂവിൽ നിന്ന്. സിമിലർലി ഈ സെല്ലിൻ്റെ വാല്യൂ. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഈ റോസ് എല്ലാം ഫില്ല് ചെയ്യും. അറ്റ് ദ എൻഡിൽ ഈ സെല്ലിലെ വാല്യൂ റിട്ടേൺ ചെയ്യും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് n1 ഇൻറ്റു n2 ആണ്. ആ സ്പേസ് വരാൻ കാരണം ഈ ഡി പി മെട്രിക്സ് ആണ്. ഈ സ്പേസിനെ നമുക്ക് ഓർഡർ ഓഫ് n2 കുറയ്ക്കണം. എന്ന് വെച്ചാൽ ഒരു ഒറ്റ റോ ഉപയോഗിച്ചിട്ട് ഇവിടെയുള്ള ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അതിൽ നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണേൽ ഒന്നുകിൽ ഈ രണ്ട് സെൽസിൻ്റെ വാല്യൂ നമ്മൾ അറിയണം, അല്ലെങ്കിൽ ഈ സെല്ലിൻ്റെ വാല്യൂ അറിയണം. നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത ആ സെയിം ലോജിക്ക് ഒരു 1D അറേ ഉപയോഗിച്ച് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ എങ്ങനെയോ ഈ സെല്ലിൻ്റെ വാല്യൂ ഈ 1D അറേയിൽ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വിചാരിച്ചോ. ഈ സെല്ലിൻ്റെ വാല്യൂ ഞാൻ എങ്ങനെയോ ഈ 1D അറേയിൽ കാൽക്കുലേറ്റ് ചെയ്തു. അന്നേരം 1D അറേ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർ വന്നു. ഞാൻ സ്റ്റാർ എന്ന് ഇപ്പോൾ തൽക്കാലം കൊടുത്തേക്കാണ് ആ വാല്യൂ. എന്ന് വെച്ചാൽ ഈ സെല്ലിൻ്റെ വാല്യൂ സ്റ്റാർ ആണ്. ഇനി നമ്മൾ ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അന്നേരം നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ, അതാണ് ഈ സ്റ്റാർ, അതും ഇതും അറിയാം. ഇതെങ്ങനെ അറിയാവുന്നേ? ഇവിടെയുള്ള ഈ വാല്യൂവിൽ നിന്ന്. പക്ഷേ നമുക്ക് ഈ വാല്യൂ അറിയത്തില്ല. കാരണം അതിനെ നമ്മൾ ഈ സ്റ്റാറും കൊണ്ട് ഓവർ റൈറ്റ് ചെയ്തു 1D അറേ ആയതുകൊണ്ട്. ഇതാണ് നമ്മൾ ഇതിൽ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്. ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിളും കൊണ്ട് റിസോൾവ് ചെയ്യും. ഇതിനെ നമ്മൾ ഓവർറൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓവർറൈറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ തെമ്പെന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ അവിടുത്തെ വാല്യൂ സ്റ്റോർ ചെയ്യും. ഈ 0യെ ഞാൻ തെമ്പെന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഓവർറൈറ്റ് ചെയ്തു, അതിനെ സ്റ്റാർ ആക്കി. ഇനി നമ്മൾ പ്രിവ്യൂ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് തെമ്പിനെ സ്റ്റോർ ചെയ്യും. പ്രിവ്യൂ ഈക്വൽ ടു 0. ഇനി നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ വേണം. അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ 3 സെൽസിൻ്റെ വാല്യൂവിൽ നിന്ന്. ഈ സെല്ലിൻ്റെ വാല്യൂ സ്റ്റാർ ആണ്. ഈ സെല്ലിൻ്റെ വാല്യൂ പ്രിവ്യൂ ആണ്. ഈ സെല്ലിൻ്റെ വാല്യൂ ഇതാണ്. അപ്പം നമുക്ക് സ്റ്റാറും 0യും പിന്നെ പ്രിവ്യൂവും ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ എഴുതിയ കോഡിൽ എന്തൊക്കെ ഡിഫറൻസ് വരുമെന്ന് നോക്കാം. ഇത്രയും പാർട്ട് നമുക്ക് വേണ്ട. നമുക്കിപ്പം ഒരു 1D അറേ ഉള്ളൂ. പിന്നെ ഇവിടെ ഈ DP ഓഫ് I ആ ഒരു പാർട്ട് വേണ്ട.
ഐ വെച്ചിട്ടുള്ള ആ പാർട്ട് ഒന്നും വേണ്ട. പിന്നെ നമുക്ക് വരിക തെമ്പ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളാണ്. ഇവിടെ തെമ്പ് ഈക്വൽ ടു ഡി പി ഓഫ് ജെ, പിന്നെ പ്രീവിയസ് ഈക്വൽ ടു തെമ്പ്. ഡി പി ഓഫ് ജെ മൈനസ് വണ്ണിനെ മാറ്റിയിട്ട് പ്രീവിയസ് ആക്കണം. പിന്നെ ഇവിടെ പ്രിവ്യൂ ഈക്വൽ ടു 0. ഇവിടെ ഈ ഒരു -1 മതി. ഇത്രയും ചേഞ്ചസ് ആയിരിക്കും വരിക. കോഡ് നോക്കാം. ഇവിടെ പ്രീവിയസ് ഈക്വൽ ടു 0. എന്തിനാണ് നമ്മൾ പ്രീവിയസ് ഈക്വൽ ടു 0 കൊടുത്തേ? സെല്ലുകളിലെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. അന്നേരം നമുക്ക് പ്രിവ്യൂ വരിക ഈ വാല്യൂസ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രീവിയസ് ഈക്വൽ ടു 0 ഇവിടെ കൊടുത്തത്. ഫൈനലി നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് DP-1 ആണ്. പ്രീവിയസ് ഈക്വൽ ടു 0, തെമ്പ് ഈക്വൽ ടു DPJ, പിന്നെ DPJ ഈക്വൽ ടു പ്രീവിയസ് +1, DPJ ഈക്വൽ ടു മാക്സ് ഓഫ് DPJ-1, പിന്നെ പ്രീവിയസ് ഈക്വൽ ടു തെമ്പ്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് N1 × N2 ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് N2.